നമസ്കാരം. പച്ചക്കുരുമുടിയുടെ ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അതിഥിയായിട്ടുള്ളത് ഡോറ എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ അച്ഛനാണ്. സാർ നമസ്കാരം. സാർ, എന്റെ ആദ്യത്തെ ചോദ്യം, താങ്കളുടെ മകൾ ഡോറ ലോകമറിയുന്ന ഒരു ട്രാവലറും ടൂറിസ്റ്റ് ഇല്ലേ, അത് ഉദ്ദേശിച്ചത്. ഈ വേളയിൽ അതിനെങ്ങനെ നോക്കിക്കാണും? കണ്ണുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതിൽ സാറേ, സാറിന്റെ മനോവികാരം അതാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് സന്തോഷമല്ലോ. ഇതാണ് നമുക്ക് വേണ്ടത്. കണ്ടിന്യൂ. കണ്ടിന്യൂ ഒന്നുമില്ല, സന്തോഷമുണ്ട്, അത്ര തന്നെ. ഹലോ ഹലോ ഡാഡി, ഞാനാണ് ഡോറ. ഞാനിപ്പോൾ പേരറിയാത്തൊരു കാട്ടിൽ വന്ന് നിൽക്കുകയാണ്. വീട്ടിൽ പോകാൻ പറഞ്ഞു തരുമോ? അവിടെ തെക്കോട്ട് ചെന്നിട്ട് വടക്കോട്ട് വരി, വീട്ടിൽ ചെല്ലും. പേരറിയാത്ത എന്നോട് എന്നത് പറയണം, എനിക്കൊന്നും മനസ്സിലായില്ലൊന്നും. എന്നാ നീ അവിടെ അങ്ങനെ കിടക്കു വെച്ചാൽ എനിക്ക് വേറെ പരിപാടി, നീ പൊക്കിയൊന്നും. പാടം, കഥകൾ, വലിയ ചുമന്ന കുന്ന്. ആര് സാറേ വിളിച്ചു? അവളാ ഡോറ. അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേവലം ഒരു കുരങ്ങന്റെ കൂടെ സാർ കാട് കറങ്ങാൻ സാറിന്റെ മകളുടെ വിടുന്നു. അതിനെപ്പറ്റി എന്താണ് സാറിന്റെ അഭിപ്രായം? അവന് കുരങ്ങനാണെന്ന്. അവൻ നല്ല ആഫ്രിക്കൻ ഫസ്റ്റ് ക്ലാസ് കുരങ്ങനാ. ആരും അവനെ ട്രെയിൻ ചെയ്തത്? ആര്? ഡിയാഗോ. അതൊരു സ്കൂട്ടർ അല്ലേ സാറേ? അത് സ്കൂട്ടർ ഡിയോ, ഇത് ഡിയാഗോ, നമ്മുടെ ഡോറയുടെ ആങ്ങള. ട്രെയിനിങ് കിട്ടുന്ന മുമ്പ് അവൻ മണ്ടരായിരുന്നു. ഇനി അനുഭവം? തീർച്ചയായും. ട്രെയിനിങ് കിട്ടുന്നതിന് മുമ്പ് ശരിക്കും വെള്ളം ഒഴിക്കായിരുന്നു. ഇപ്പൊ ഒഴിക്കാറില്ലേ? വെള്ളമൊക്കെ ഒഴിക്കും, മഴയത്ത് കുടയും പിടിച്ചുകൊണ്ട്. ഇപ്പൊ മരമുണ്ട്. അതെ, നിങ്ങളുടെ ഫാമിലി പ്രശ്നം ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. കുറുനരി അല്ലാതെ വേറെ ആരെങ്കിലും? എന്റെ ഒരു 2 പേർ, ആ കാർമേഘവും പിന്നെ കള്ളക്കിനും ട്രോളും. ഈ കാർമേഘം ഓക്കെ, പക്ഷെ ട്രോളായിട്ട് ഭയങ്കര കമ്പനി ഇല്ലേ? അതൊക്കെ അവന്റെ ആക്ടിങ് അല്ലേ. അവന്റെ ആ നേഴ്സറി പിള്ളേരോട് ചോദ്യങ്ങൾ കേട്ടാലേ അറിയാം. പിന്നെ എന്റെ മുകളിൽ ഗതികേട് കൊണ്ട് ഉത്തരം പറയാ, വീട്ടിൽ പോരാ. വെളിപ്പെടുത്തലായിരുന്നു ഈ ഇടയ്ക്ക് വെളിപ്പെട്ടത്. എന്നാൽ ഡോറയ്ക്ക് കാഴ്ചയെത്തിയില്ലെന്ന് സത്യം. അത് ശരിയായിരുന്നു സാറേ? അവൾക്ക് കാഴ്ചശക്തി പൂർണ്ണമായി ഇല്ലെന്നല്ല, മുന്നിലുള്ള വസ്തുക്കൾ കാണാൻ പറ്റില്ല, അത്ര. അല്ല സാർ, അതിനല്ലേ കാഴ്ചയില്ലെന്ന് പറഞ്ഞു. ഈ ഡോറയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ? അതിനുള്ള കാര്യം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സെന്നറ്റിക്കിന്റെ അടുത്തും ഡീക്കോയുടെ അടുത്തും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അവർ വിളിക്കാന്നാണ് പറഞ്ഞത്. വല്ലപ്പോഴും ഇന്റർവ്യൂ ഒരാളെ കിട്ടുന്നു. അല്ല, നീ എടുത്താന്ന് കാണിച്ചു. നീ വീഡിയോ എടുത്താ നോക്കിയേ. ഇവിടെ ആ ചുമന്ന സാധനം ഞെക്കാൻ പറഞ്ഞു.